DOP, വിഷ്വൽ ട്രീറ്റ്, ഡീറ്റെയിലിംഗ്, ഓരോ അതിനകത്ത് ഓരോ എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഓരോ ഡീറ്റെയിലിംഗ് ഭയങ്കര സൂപ്പറാണ്. നമ്മളുടെ ഇതിനകത്ത് ആർട്ടിസ്റ്റുകളെ കാണിച്ചിരിക്കുന്ന വിഷ്വലി ട്രീറ്റും ഭയങ്കര ഭംഗിയായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. കുറേ ആർട്ടിസ്റ്റുകളില്ല, ഇതിൽ 3 പേരങ്ങടെ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒട്ടും ലാഗാവില്ല. ആസിഫ് അലി കില്ലിംഗ് ആണ് ഇതിൽ, കില്ലിംഗ് പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ലുക്ക് തന്നെ ഒരു ഭയങ്കര പ്രസൻസ് ആണ് നമുക്ക്. അദ്ദേഹത്തിൻ്റെ ലുക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഓഫ് എക്സ്പ്രഷൻസ് ഈസ് എ വെരി ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പടത്തിൽ. ഇവൻ അമലപ്പോൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. വെളിയിൽ വിടരുത് ആരും, ആ ടിസ്റ്റ് വെളിയിൽ വിടാണ്ട് എന്നാൽ അതാണ് അതിൻ്റെ ത്രില്ലിങ്. അത് കണ്ടാലാണ് ആൾക്കാർക്ക് അത്രയും ഫീലിംഗ് ആണ്. അപ്പം അത് വിടാതെ സാധനങ്ങളൊക്കെ റിലീവ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോടും പറയുന്നത്. കാരണം നിങ്ങളങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ റിക്വസ്റ്റ് ജനങ്ങളെ എല്ലാവരും തിയേറ്ററിൽ പടം ഭയങ്കര സ്വീകരിക്കുന്ന പടമാണ് 100%. കാരണം ഒരു നാഷണൽ അവാർഡ് എൻ്റെ മൈൻഡിൽ ഒരു നാഷണൽ അവാർഡ് കിട്ടാൻ ചാൻസ് ഉള്ള പടമാണ് 100%. രണ്ടാളുടെയും വേറെ ലെവൽസാണ്. വേറൊരു സോണാണ് ഇവിടെ നമ്മൾ കണ്ടത്. ആസിഫിക്കിനെ എപ്പോഴും നമ്മളൊരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു പോലീസ് ഒരു ഫിറ്റ്നസ് അങ്ങനത്തെ ഒരു രീതിയിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ ആസിഫിക്ക് ഏറ്റവും ഡൗൺ ആയിട്ട് ആ ഒരു മേക്ക് ഓവർ തന്നെ അപ്രീഷിയേറ്റബിൾ ആണ്. നല്ലൊരു മേക്ക് ഓവറാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫീൽ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് ആപ്റ്റായിരുന്നു ആസിഫ്. എങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഇതെന്നുണ്ടെങ്കിൽ ആസിഫലിക്ക് കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് വന്നപ്പോൾ അത്രയും മുകളിലേക്ക് പറക്കാൻ പറ്റിയ ഒരു സാധനമാണ് ആസിഫലിക്ക് ദൈവം കൊണ്ടുകൊടുക്കുന്നത്. അപ്പോൾ അത് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഞാൻ ആ ഇത് നടക്കുന്ന സമയത്ത് ഞാൻ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊന്ന് പ്രതികരിക്കാൻ എൻ്റെ ആൾ പിടിച്ച് സത്യത്തിൽ അതായത് പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ വായിൽ കിടക്കുന്ന വീണേനെ ഞാൻ ചിലപ്പോൾ എന്താ പറയണത് അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒരാൾ ഞാൻ ഇരിക്കാൻ പോയതാണ്, ഇരിക്കാൻ പോയപ്പോഴേക്കും തന്നെ എന്നെ പിടിച്ച്. അതാണ് സംഭവിച്ചത്. ആസിഫിക്കെന്ന് പറഞ്ഞാൽ വേറെ ലെവല്. കാരണം എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരാളാണ്, സൂപ്പറാണ്. അമലേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പടങ്ങൾ ചെയ്തേക്കണതിൽ വേറൊരു സാധനം ചെയ്തിട്ടുണ്ട്. സട്ടൽ ഇമ്പാക്ട്ഫുൾ ആക്ടിംഗ് ആണ്. സട്ടൽ ആക്ടിംഗ് ഇമ്പാക്ട്ഫുൾ ആക്ടിംഗ്.